എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ അർബൻ വോൾട്ടിന്റെ ബ്രാൻഡിന്റെ മാനേജറാണ്. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നോൺ രജിസ്ട്രേഷൻ ബ്രാൻഡ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് കേട്ടോ. ഇത് നമുക്ക് ബാറ്ററി എന്നുള്ള ബ്രാൻഡിന്റെ LOEV എന്നുള്ള ഒരു വേരിയന്റ് ആണ്. ലൈസൻസ് ആവശ്യമില്ലാത്ത ടൈപ്പ് വേരിയന്റ് ആണ്. നമുക്കിത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പാർക്കിംഗ് മോഡിലോട്ട് വരും. നമുക്ക് ജസ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാം. താക്കോൽ ഓൺ ആക്കിയ ഡയറക്റ്റ് പാർക്കിംഗ് മോഡിലാണ്. നമ്മൾ ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ കാണിക്കുന്നത് ബാറ്ററിയുടെ വോൾട്ട് ആയിരിക്കും, 48 വോൾട്ട്. പിന്നെ അതിനുശേഷം ടോട്ടൽ ഓടി കിലോമീറ്റർ ആയിരിക്കും കാണിക്കുക. അതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഉള്ള ചാർജ് വെച്ചിട്ടായിരിക്കും. 50 വോൾട്ട് എന്നുള്ളതാണ് ഇതിന്റെ ചാർജ്. 53 വോൾട്ട് എന്നുള്ളതിന്റെ ഫുൾ ചാർജ് ആയിരിക്കും. അത് ഈ ബ്രാൻഡിൽ അറിയാൻ പറ്റും നമുക്ക്. ഓക്കെ, ഈ പാർക്കിംഗ് മോഡാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ബ്രേക്ക്, ലെഫ്റ്റോ റൈറ്റോ ബ്രേക്ക് ഒന്ന് പിടിച്ചു വിട്ട് കഴിഞ്ഞാൽ അൺലോക്ക് ആയി 00 എന്നിട്ട് റെഡി കാണിക്കും. എന്നിട്ട് നമുക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലേഷൻ ആണ്. നമുക്ക് ഈ ഒരു സ്പീഡാണ് റേഞ്ചിൽ പോവാം. മാക്സിമം നമുക്ക് ഒരു 25 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ ലീഗലി. അപ്പൊ ആ സ്പീഡിൽ തന്നെ ഫിക്സ് പോകണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് നമുക്ക് ഈ ബട്ടണിൽ C എന്നുള്ളതുണ്ട്, ക്രൂയിസ് എന്നുള്ള മോഡലാണ്. അതൊന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂയിസിൽ ലോക്ക് ആവും. അപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും വണ്ടി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമ്പോൾ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നോർമൽ മോഡിലോട്ട് വരും. ഇവിടെ നമുക്കൊരു 1, 2, 3 എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഈ വണ്ടികൾ ശരിക്കും നമുക്ക് ഒരു 55 കിലോമീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. നമ്മൾ ലീഗലി നമുക്ക് 25 ആയതുകൊണ്ട് നമ്മൾ ഈ ബട്ടന്റെ യൂസ് ഇല്ല, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. നമുക്ക് പിന്നെ റണ്ണിങ്ങിൽ നോർമൽ C നിൽക്കുമ്പോൾ ഈ 6 എന്നുള്ളൊരു ബട്ടൺ അതുമ്പോൾ ഞെക്കി പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് വരുന്നത് P. നമുക്ക് റെഡി കിടക്കുന്ന മോഡിൽ നിന്ന് ഈ ബട്ടൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ P ഞെക്കി കഴിഞ്ഞാൽ പാർക്കിംഗ് മോഡിലോട്ട് ചേഞ്ച് ആവും. പിന്നെ ആക്സിലേറ്റർ കൊടുത്താലൊന്നും വണ്ടി പോവില്ല. പിന്നെ അൺലോക്ക് അടിച്ചിട്ട് പിന്നെ അതിന്റെ ബേസ് കാര്യങ്ങൾ പറഞ്ഞത് ഇത് അതിന്റെ ഹെഡ്ലൈറ്റിന്റെ ആണ്. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലത്തെ LED മാത്രം വർക്കാവും. സെക്കൻഡ് ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹെഡ്ലൈറ്റും കൂടി വർക്കാവും. അത് തന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഇൻഡിക്കേഷൻ വരുന്നത്, ഇതിന്റെ ഫോൺ വരുന്നത്. പിന്നെ ഇതിന്റെ ബേസ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വണ്ടി കംപ്ലൈന്റ് അങ്ങനെയൊന്നും അധികം കാണിക്കാതിരിക്കാൻ ആദ്യം ഞാൻ പറയാം. സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ താക്കോലുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ മതി. സീറ്റ് ഓപ്പൺ ആയി. ഇതിന്റെ ഉള്ള MCB എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൽ ഓൺ ഓഫ് ഓപ്ഷൻ ഉണ്ട്. വണ്ടി വർക്ക് ആവണമെങ്കിൽ ഇത് ഓൺ ആയിരിക്കണം. അതിന്റെ കൂടെ തന്നെ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആയിരിക്കണം. അത് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ്. ചാർജ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആണെങ്കിൽ ആയിരിക്കും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചാർജ് കയറാം. ഇത് ഓഫ് ആണെങ്കിലും ചാർജർ വർക്കാവും, പക്ഷെ ചാർജ് കയറില്ല. ചാർജർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതും ചാർജറിനും ബാറ്ററിക്കും MCBക്കും ഒക്കെ കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യുമ്പോൾ ഓൺ ആയിരിക്കണം, വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഓൺ ആയിരിക്കണം. അത് മസ്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. ഇതിന്റെ ഒരു 2 കീ വരുന്നുണ്ട്, 2 റിമോട്ട് വരുന്നുണ്ട്. പിന്നെ റിമോട്ട് ഓപ്ഷനിലുള്ളത് ഇത് ലോക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ലോക്കായി. ആരെങ്കിലും വണ്ടിയിൽ തട്ടയോ അല്ലെങ്കിൽ കീടോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലാറം അടിച്ചിട്ടിരിക്കും. അത് ഓഫ് ചെയ്യണമെങ്കിൽ അൺലോക്ക് അടിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ താഴത്തെ ഉള്ള സിമ്പിൾ ഉണ്ട്, അതും ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീലെസ് ആയിട്ട് റിമോട്ട് വെച്ചിട്ട് വണ്ടി യൂസ് ചെയ്യാം. ഇപ്പൊ നോർമൽ ഓൺ ആവുന്ന ടോൺ ആയിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അൺലോക്ക് ആയി നമുക്ക് കൈ കൊടുത്താൽ വണ്ടി പോകും. താക്കോലില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് തന്നെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്താൽ മതി. റിമോട്ട് മാത്രം യൂസ് ചെയ്യുമ്പോൾ സീറ്റ് തുറക്കാൻ മാത്രം പറ്റില്ല. സീറ്റ് തുറക്കണമെങ്കിൽ താക്കോല് വേണം. ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിൽ റിമോട്ട് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. റേറ്റ് ആണെങ്കിലും ഇപ്പൊ ശരിക്കും നമുക്ക് നോർമലി എല്ലാവരും ഒരു 1 ഇയർ വാറന്റി ബാറ്ററിക്ക് കൊടുക്കുന്ന റേറ്റിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഓഫറും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 3 വർഷം വാറന്റി നമ്മൾ ലിഥിയം ബാറ്ററിക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ ബേസ് ഒരു വാറന്റി ആണ് ശരിക്കും. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്താൽ വീണ്ടും നമുക്ക് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റായിട്ട് സർവീസ് വെച്ചാൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും നമ്മൾ സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാണ്ട് നമുക്ക് നോർമൽ ഇവിടെ കൊണ്ടുവന്നാലും നമുക്ക് സർവീസ് ചെയ്യാം. ശരിക്കും 1 ഇയർ സർവീസിൽ 2 സർവീസാണ് നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി ശരിക്കും നോർമലി തരുന്നത്. നമ്മൾ പേഴ്സണലായിട്ട് ഒരു 3 മാസം ഇടവിട്ട് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ് ഓഫീസ് കേരളം ഫുൾ ആയിട്ടുള്ള ഡീലർഷിപ്പാണ് നമ്മുടെ അർബൻ വോൾട്ട്. കാരണം ഈ ബ്രാൻഡിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉള്ള ടൈപ്പ് സ്കൂട്ടർ, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഇതേപോലത്തെ നോൺ രജിസ്ട്രേഷൻ സ്കൂട്ടർ, ഇലക്ട്രിക് ബൈക്ക്, അങ്ങനെ എല്ലാ ബ്രാൻഡും വരുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇലക്ട്രിക്കിന്റെ സൈക്കിള്, ഇലക്ട്രിക്കിന്റെ ഓട്ടോ, അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിന് തന്നെ കേരളം ഫുൾ ആയിട്ടുള്ള ഡീലർഷിപ്പ് നമ്മൾ എടുത്തേക്കണേ. ഇതിപ്പോൾ നമ്മുടെ കാനക്കാരി ബ്രാഞ്ചാണ്. പുതിയ ബ്രാഞ്ച് നമുക്ക് ഇന്ന് ഓപ്പൺ ആയി. അതല്ല നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് വൈക്കമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുക്കിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഒക്കെ നമുക്ക് വിളിക്കാം.